ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രിയുമായും പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അൻവർ രാജിവെച്ചത്. നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. 2016 മുതൽ നിലമ്പൂരിലെ ഇടതു സ്വതന്ത്ര MLA ആണ് PV അൻവർ. രാജിക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ അൻവർ ആഞ്ഞടിച്ചു. താൻ ഉയർത്തിയ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ്. സമ്മേളന സമയത്ത് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് പാർട്ടിയിലെ നേതാവാണ്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ തന്നെ തള്ളി പറഞ്ഞു. ഞാൻ 2 ദിവസമേ ശ്രമിച്ചുള്ളൂ. രണ്ടാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. തന്നെ കൊടുക്കാനുള്ള പദ്ധതി ശശി നേരത്തെ തുടങ്ങി. P ശശിയാണ് നിയമസഭയിൽ VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത്. ആരോപണം തയ്യാറാക്കി നൽകുകയായിരുന്നു. സതീശനോട് കേരള സമൂഹത്തിനു മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. ശശി അന്ന് മുതലേ തുടങ്ങിയിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കോൺഗ്രസിന് നിരുപാധിക പിന്തുണ നൽകും. പിണറായി സത്തിന്റെ ആണിക്കല്ലിളക്കുന്നതിന്റെ തുടക്കമാകും അത്. താൻ മത്സരിക്കാനില്ല. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കുകയും ചെയ്തു. ആര്യാടൻ്റെ മകനാ പുള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്ന കേട്ടു. പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയാണ് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. രാജിക്ക് പിന്നാലെ PV അൻവറിനെ സംസ്ഥാന കൺവീനറായി തൃണമൂൽ കോൺഗ്രസ് നിയമിക്കുകയും ചെയ്തു. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.